അമേരിക്കയിൽ ശൈത്യകാല കൊടുങ്കാറ്റ് ജനജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അതിശൈത്യം, കനത്ത മഞ്ഞുവീഴ്ച, ഐസ് രൂപീകരണം എന്നിവ മൂലം സാധാരണ ജീവിതക്രമം തകരാറിലായി. ലക്ഷക്കണക്കിന് ആളുകൾ വൈദ്യുതിയില്ലാതെ കഴിയേണ്ടി വരുന്ന സാഹചര്യമാണ്. വൈദ്യുതി വിതരണ ശൃംഖലയിൽ ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും യാത്രക്കാർ വ്യാപകമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഗുരുതര സാഹചര്യങ്ങളെ തുടർന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി സംസ്ഥാനങ്ങളിൽ ഫെഡറൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമായി തുടരുകയാണെങ്കിലും പ്രതികൂല കാലാവസ്ഥ വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. തെക്കൻ റോക്കി പർവ്വതനിരകൾ മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെ വ്യാപകമായി കനത്ത മഞ്ഞുവീഴ്ചയും മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയിലധികം പേരെയും ഈ അതിശൈത്യം നേരിട്ട് ബാധിച്ചതായി നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. പല പ്രദേശങ്ങളിലും റോഡുകൾ മുഴുവൻ മഞ്ഞുപാളിയാൽ മൂടപ്പെട്ടതോടെ ഗതാഗതം സ്തംഭിക്കുകയും അടിയന്തര സേവനങ്ങൾ പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ശനിയാഴ്ച രാവിലെ 10:18 പവർ ഔട്ടേജ് US എന്ന വെബ്സൈറ്റ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അമേരിക്കയിൽ 8 ലക്ഷത്തിലധികം ആളുകൾക്ക് വൈദ്യുതി ലഭ്യമല്ലായിരുന്നു. ടെന്നസിയിൽ മാത്രം 3 ലക്ഷത്തിലധികം വീടുകൾ ഇരുട്ടിലായി. മിസിസിപ്പി, ടെക്സസ്, ലൂസിയാന എന്നീ സംസ്ഥാനങ്ങളിലും ലക്ഷക്കണക്കിന് വീടുകൾ വൈദ്യുതി മുടക്കത്തെ തുടർന്ന് ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. കെന്റക്കി, ജോർജിയ, നോർത്ത് കരോലിന, അലബാമ തുടങ്ങിയ സംസ്ഥാനങ്ങളും ഈ കൊടുങ്കാറ്റിന്റെ കെടുതികൾ ശക്തമായി അനുഭവിച്ചു. വൈദ്യുതി വിതരണ ശൃംഖലയുടെ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി US ഊർജ്ജ വകുപ്പ് അടിയന്തര ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശനിയാഴ്ച ടെക്സസിലെ ഇലക്ട്രിക് റിലയബിലിറ്റി കൌൺസിലിന് ഡാറ്റാ സെന്ററുകൾ ഉൾപ്പെടെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ബാക്കപ്പ് ജനറേറ്ററുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി. തുടർന്ന് ഞായറാഴ്ച മിഡ് അറ്റ്ലാന്റിക് മേഖലയിലെ ചില സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി മറികടന്ന് അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ PJM ഇന്റർ കണക്ഷന് സമാനമായ അധികാരവും DOE അനുവദിച്ചു. ശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റും അപകടകരമായ തണുപ്പും ഞായറാഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ അമേരിക്കയുടെ കിഴക്കൻ മേഖലകളിലുടനീളം വ്യാപിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ കൊടുങ്കാറ്റിനെ ചരിത്രപരമായത് എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സൗത്ത് കരോലിന, വിർജീനിയ, ടെന്നസി, ജോർജിയ, നോർത്ത് കരോലിന, മേരിലാൻഡ്, അർക്കൻസസ്, കെന്റക്കി, ലൂസിയാന, മിസിസിപ്പി, ഇന്ത്യാന, വെസ്റ്റ് വിർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഫെഡറൽ അടിയന്തര ദുരന്തം പ്രഖ്യാപനം അദ്ദേഹം അംഗീകരിച്ചു. കൊടുങ്കാറ്റിന്റെ പാതയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുമായും സർക്കാർ നിരന്തരം ബന്ധം പുലർത്തുമെന്നും ജനങ്ങൾ സുരക്ഷിതരായി കഴിയണമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ അഭ്യർത്ഥിച്ചു. ശൈത്യകാല കൊടുങ്കാറ്റ് അതിശക്തമായതിനെ തുടർന്ന് വാരാന്ത്യത്തിൽ മാത്രം രാജ്യത്തുടനീളം 9,000-ലധികം വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. ശനിയാഴ്ച 3,200-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതായും ഞായറാഴ്ച 4,800-ലധികമായി ഉയർന്നതായും ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് അവെയർ റിപ്പോർട്ട് ചെയ്തു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച മാത്രം ഏകദേശം 6,000 വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. ഡെൽറ്റ എയർലൈൻസ് അറ്റ്ലാന്റ, ബോസ്റ്റൺ, ന്യൂയോർക്ക് എന്നീ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായി അറിയിച്ചു. ഫേൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ശൈത്യകാല കൊടുങ്കാറ്റാണ് വിമാനങ്ങളുടെ സമയക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായതെന്ന് കമ്പനി വ്യക്തമാക്കി. അറ്റ്ലാന്റയിൽ ഐസ് വീഴ്ചയും വടക്കു കിഴക്കൻ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന പ്രവചനമാണ് നിലവിലുള്ളത്. ഇതിനിടെ എയർ ഇന്ത്യയും US-ലേക്കും US-ൽ നിന്നുമുള്ള നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. കനത്ത ശൈത്യകാല കൊടുങ്കാറ്റിനെ തുടർന്ന് ജനുവരി 25, 26 തീയതികളിൽ ന്യൂയോർക്ക്, നെവാർക്ക് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. ഞായറാഴ്ച പുലർച്ചെ മുതൽ തിങ്കളാഴ്ച വരെ ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നതായും ഇത് വിമാന സർവീസുകളിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്രക്കാർ അവരുടെ വിമാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെന്നും എയർ ഇന്ത്യ നിർദ്ദേശിച്ചു. ഈ വർഷത്തെ ഏറ്റവും ശക്തമായ ശൈത്യകാല കൊടുങ്കാറ്റാണ് ഇതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ടെക്സസ്, ഒക്ലഹോമ, കാൻസസ് എന്നീ സംസ്ഥാനങ്ങളിൽ കൊടുങ്കാറ്റിന്റെ ആദ്യ ലക്ഷണങ്ങൾ പ്രകടമായിരുന്നു. ആർട്ടിക് മേഖലയിൽ നിന്നുള്ള അതിശൈത്യമുള്ള കാറ്റ് തെക്കോട്ട് ശക്തമായി വീശിയതോടെയാണ് വ്യാപകമായ മഞ്ഞുവീഴ്ചയ്ക്ക് തുടക്കമായത്. വാരാന്ത്യത്തിൽ കൊടുങ്കാറ്റിന്റെ പൂർണ്ണശക്തി രാജ്യത്തുടനീളം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ കേന്ദ്രങ്ങളുടെ പ്രവചനം ഉണ്ടായിരുന്നു. റോക്കി പർവ്വതനിരകളുടെ തെക്കൻ പ്രദേശം മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെ ഈ കൊടുങ്കാറ്റ് വ്യാപിക്കും. ടെക്സസ് മുതൽ നോർത്ത് കരോലിന വരെ കനത്ത മഞ്ഞുവീഴ്ചയും അപകടകരമായ ഐസ് രൂപീകരണവും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂ മെക്സിക്കോ മുതൽ ന്യൂ ഇംഗ്ലണ്ട് വരെ വ്യാപകമായി മഞ്ഞുവീഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വൈദ്യുതി വിതരണ കമ്പനികൾ വ്യാപകമായി വൈദ്യുതി തടസ്സങ്ങൾ നേരിടാൻ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.